കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പം നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരും. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണെന്ന് കളഭം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് നോക്കാനായിട്ട് നമുക്ക് പോവാം. അങ്ങനെ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ ഒന്ന് പോയി മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് അങ്ങനെ വരാം. അങ്ങനെ വന്ന് അത്തിമര ഗണപതിയെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങി കിഴക്കേ ഗോപുരവാതിൽ കടന്ന് അങ്ങോട്ട് പോവാം. അങ്ങനെ പോകുമ്പോൾ ആദ്യം തന്നെ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതേപോലെ അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെ കാണാം. അവിടെയൊക്കെ തൊഴുത് അങ്ങനെ നമ്മൾ അകത്തേക്ക് പോരുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ആ ഒരു പീഠം കാണാം. അവിടെ ഒന്ന് തൊഴുക. അതേപോലെ വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹ അവതാരമൂർത്തിയെ ഒന്ന് സ്മരിക്കുക. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാനുള്ളത് കാലിങ്ങനെ പിണച്ച് വെച്ചിട്ടുണ്ട്, കാൽ തളകൾ കാണാണ്ട്. അങ്ങനെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അരമണി ഇങ്ങനെ ആ കിങ്ങിണിയുടെ നൂലുകളൊക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ചാർന്നി കിടക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കഴുത്തിലൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അങ്ങനെ 3 മാലകളുണ്ട് സ്വർണത്തിൻ്റെ. അതേപോലെ കൈവളകൾ കാണാണ്ട്. കൈവളകൾ 2 കൈകളിലും തോൾവളകൾ കാണാണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 കൈ കൊണ്ടും കൂടി പൊന്നോടക്കുഴലിങ്ങനെ ഊതി നിൽക്കുകയാണ്. വേണുഗോപാലായിട്ട്, മുരളീധരനായിട്ടാണ് കേട്ടോ. ആ വേണുഗാനം ഇങ്ങനെ പൊഴിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുകയാണ്. നമ്മൾ എല്ലാവരും സന്തോഷിപ്പിക്കാനായിട്ടാണ് ആ പാട്ടിങ്ങനെ പാടുകയാണ് കണ്ണൻ. അപ്പോൾ അതാണ് കാഴ്ച. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പീലിത്തിരിമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നെറ്റിയിൽ നല്ലൊരു ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ആ പീലി തിരുമുടിയും മുകളിൽ നല്ലൊരു പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതൊന്നും, അതേപോലെ വെളുത്ത പൂവും ചെറുതായിട്ടിങ്ങനെ തെച്ചിപ്പൂവിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ളത്, അങ്ങനത്തെ 2 മാലകളാണ്. അതേപോലെ വലിയ 2 ഉണ്ടമാലകളുണ്ട്. അതും എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ള ഒരെണ്ണവും, അതേപോലെ തെച്ചിപ്പൂവും തുളസിയും ആയിട്ടുള്ള ഒരെണ്ണം, താമരയും കൂടി, അങ്ങനെയുള്ള 2 മാലകൾ കാണാനുണ്ട്. പിന്നെ നോക്കുമ്പോൾ അങ്ങനെ വിധാനമായിട്ട് 3-4 തുളസി മാലകളുണ്ട്. താമരമാല ഉണ്ട്, മുകളിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ പൊന്നുണ്ണി ഇങ്ങനെ കാണാൻ നല്ല രസമായിട്ടുണ്ട്. നല്ല പുഞ്ചിരിച്ചു കൊണ്ടാണ് ആ വേണുഗാനം പാടുന്നത്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ആ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്ത് കാണുന്ന ആ ഒരു കാഴ്ചയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭഗവാനെ നന്നായിട്ട് മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. നമ്മളെല്ലാവരും ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മളവിടെ വന്ന ആ ഒരു കണ്ട അനുഭവമായി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴുത്, അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴുത് ഒന്ന് പിന്തിരിഞ്ഞിട്ട് ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം. അതൊന്ന് കണ്ട് തൊഴാം. പിന്നെ ഗ്രില്ലിന് കടന്നുകൊണ്ട് പോകുന്ന സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ല, നല്ല തിരക്കാണ്. അവിടെയൊക്കെ തിരക്ക് തന്നെ. അങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ പതുക്കെ അങ്ങനെ വന്ന് അതിനെ വരുമ്പോൾ ഇന്നും പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കളഭം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ചന്ദനം കളഭം കൂടി നന്നായിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് ആ കൊമ്പും തുമ്പി കൈയൊക്കെ അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഒരു മഞ്ഞ പട്ട അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു എന്താ പറയുക, കദളിപ്പഴം, പഴുത്ത കദളിപ്പഴം വെച്ചിട്ടുണ്ട്, 2 കദളിപ്പഴം. അങ്ങനെ നല്ല രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ.
ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞിട്ട് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് ഏത്തൊക്കെ ഇട്ട് നമ്മളിങ്ങനെ പോരുമ്പോൾ ചെറിയ ഗണപതിയെ കാണാം. അതേപോലെ ഒന്ന് തട്ടു തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞ് വാമന രൂപം, ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം, ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അവിടെ നിന്നും ധാരാളം പൂക്കളുണ്ട്. നല്ല താമരമാല വലുതുണ്ട്, അതേപോലെ ചെണ്ടുമല്ലിയുടെ മാല ഉണ്ട്. അങ്ങനെ പിന്നെ നിറയെ തുളസി മാലകളുണ്ട്. അപ്പോൾ അവിടെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുക. അങ്ങനെ കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ 2 തുളസിമാലകളുണ്ട് ചാർത്തിയിട്ട്. പിന്നെ മുരുകൻ്റെ അവിടെ കുറച്ച് ഭസ്മം കൊണ്ട് അഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ നിന്ന് മാലകളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ ആ കാളിയമർദ്ദന രൂപവും അതേപോലെ തന്നെ ഉണ്ണിക്കണ്ണൻ്റെ വെണ്ണക്കണ്ണൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെ പുറത്ത് വന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണൻ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കൊടിമരത്തിൻ്റെ മുകളിൽ ഉള്ള കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ കിഴക്ക് വശത്തേക്ക് തന്നെ നോക്കിയിട്ട് ആ ഗ്രില്ലിന് അപ്പുറത്തുള്ള മണിക്കിണർ നോക്കി തൊഴുക. ആ നിർത്താറ നോക്കിയിട്ട് അവിടെ ആ കിടാവിളക്ക് കത്തണു. അപ്പോൾ അതും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരാം. പിന്നെ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഭഗവതിയുടെ അടുത്തേക്ക് ഇടത്തരികത്തുകാവ് ഭഗവതീനെ കാണാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ അവിടെയൊക്കെ തിരക്കാട്ടോ. അങ്ങനെ അവിടെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ പോയിട്ട് ഭഗവതിയുടെ അടുത്ത് നോക്കുമ്പോൾ ഗോളകയാണ്. ഗോളക ഇറക്കിയിട്ടുണ്ട്, വളരെ നല്ല ഗോളക. അങ്ങനെ അതിൻ്റെ മുകളിൽ നിറയെ പൂക്കളിങ്ങനെ തെച്ചിപ്പൂവുണ്ട്, തുളസിപ്പൂവുണ്ട്, നന്നായിട്ടുള്ള താമരയിലൊക്കെ ഉണ്ട്. താമരപ്പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിറയെ പൂക്കളുണ്ട്. അർച്ചന പൂക്കൾ ധാരാളമുണ്ട്. ശിവേരി വിഗ്രഹത്തിനുമുണ്ട് പൂക്കളൊക്കെ ചൂടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ ഭഗവതിക്ക് ശുദ്ധിയാണ്, 4-ാം തീയതി ശുദ്ധിയാണ്. അപ്പോൾ നാളെ അതിൻ്റെ ചടങ്ങുകളൊക്കെ ആവും. കൂടുതൽ പൂർവാധികം ശക്തിയായിട്ടുള്ള ആ ഒരു കാഴ്ചയാവും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ആ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി തൊഴുത ആ ഒരു പ്രതീതിയാവും, അനുഗ്രഹം നമ്മളുടെ അടുക്ക് എത്തും. പിന്നെ നമ്മൾ നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാനെ ആ പൊന്നോടക്കുഴലിൽ വിളിച്ച് നിൽക്കുന്ന മുരളീധരനെ ഒന്നുകൂടി കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് തൊഴുത് നമസ്കരിക്കുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്തും വന്നിട്ട് പ്രാർത്ഥിക്കുക. അവിടെ ഇന്ന് കളഭം കൊണ്ടിങ്ങനെ ചന്ദനം കൊണ്ടിങ്ങനെ അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ടുള്ള അലങ്കാരമാണ്. നല്ല കണ്ണൊക്കെ എഴുതി ഇങ്ങനെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അതേപോലെ നല്ലൊരു വലിയ പൊട്ടൊക്കെ പൊട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്.
മാറത്തുണ്ടൊരു പൊട്ട്, അതേമാതിരി വലിയ ആ കാശിമാല ഉണ്ട് സ്വർണത്തിൻ്റെ. അപ്പോൾ അവിടെ വന്നിട്ട് അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അത് കണ്ട് തൊഴുത് അവിടുന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ നടയിൽ വന്ന് ആ വേണുഗോപാല സ്വരൂപം കാണാൻ ദീപസ്തംഭത്തിൻ്റെ മുകളിൽ അത് കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ വന്ന് ആ രുദ്രതീർത്ഥത്തിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപമായിട്ടുള്ള കണ്ണനെ കാണാം. അത് കണ്ട് തൊഴാം. പിന്നീട് ആ രുദ്രതീർത്ഥത്തെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് പോരുമ്പോൾ നേരെ ആ അന്നലക്ഷ്മി ഹാളിൻ്റെ അപ്പുറത്തുള്ള നാരായണാലയത്തിൽ കയറിയിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുതിങ്ങനെ വരുന്ന് നേരെ ഭഗവതിയുടെ അവിടെ വന്ന് ഒന്നുകൂടി തൊഴുക. പിന്നെ അത് കഴിഞ്ഞ് കിഴക്കേ നടയിൽ വന്നിട്ട് അവിടെ വന്നിട്ട് ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നും കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ ആ പ്രകാശം ഇങ്ങനെ കാണാം. അത്രേ കാണുള്ളൂ, കാരണം തിരക്കുണ്ടാകുമ്പോൾ ഒന്നും കാര്യമായിട്ട് കാണാൻ കഴിയില്ല. എന്നാലും അതങ്ങനെ കണ്ട് തൊഴുത് പിന്നെ തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിൽ വന്ന കൂവളത്തെ കാണുക. കൂവളത്തെ കണ്ടിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെയും കൂടി അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. പിന്നെ നമ്മളോട് എല്ലാവരോടും കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാണി ലക്ഷ്മിക്ക് വീട് കിട്ടാനും ഋഷഭ അവരുടെ മോളുടെ കല്യാണം നടക്കാനാണ്. ഋഷഭയുടെ കല്യാണം നടക്കാനും സരളാചന്ദ്രൻ്റെ കാലുവേദന മാറാൻ വേണ്ടി ഹരിണി പൂരാടത്തിന് അവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദർശ് മൂലം കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് സൗരഭ് പൂരാടം അഡ്മിഷൻ ശരിയാവാൻ വേണ്ടിയിട്ട്, അതുപോലെ ബാക്കി എല്ലാവർക്കും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും നല്ലത് വരുത്താനായിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്കിന്ന് രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ സുഗ്രീവൻ്റെ കഥയാണ് പറയണത്. ഹനുമാനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് സുഗ്രീവന്. സുഗ്രീവന് ധാരാളം പരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അതിൽ നിന്നൊക്കെ തിരിച്ചറിവ് നേടിയിട്ട് വിജയം വരിച്ച ഒരു കഥാപാത്രമാണ് ശരിക്കും സുഗ്രീവൻ. ബാലിയും സുഗ്രീവനും സഹോദരന്മാരാണ്. ഇന്ദ്രൻ്റെ പുത്രനാണ് ബാലി, സുഗ്രീവൻ സൂര്യൻ്റെ പുത്രനും. ഗൗതമൻ്റെ ആശ്രമത്തിൽ കഴിയുന്ന ഇവർ കിഷ്കിന്ധ രാജാവായ ഹൃഷരജസിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. രാജാവ് പെട്ടെന്ന് കാലം ചെയ്തപ്പോൾ ബാലിയെ രാജാവായി അഭിഷേകം ചെയ്തു. സുഗ്രീവൻ ജ്യേഷ്ഠൻ ബാലിയുടെ സേവകനായി രാജകൊട്ടാരത്തിൽ കഴിയുകയാണ്. ഈ സമയത്ത് ദുന്ദുബി എന്ന അസുരനുമായി ബാലി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് അനുജൻ ചതിച്ചെന്ന് തെറ്റിദ്ധരിച്ചു. അതായത് കാര്യം എന്താ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഒരു ഗുഹയിലെത്തിയിട്ട് യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്യുമ്പോൾ അവിടുന്ന് ഗുഹയുടെ വാതിൽ വലിയ കല്ലിട്ട് അടയ്ക്കാൻ പറഞ്ഞു ബാലി സുഗ്രീവനോട്. അപ്പോൾ സുഗ്രീവൻ എന്നിട്ട് അടയ്ക്കാൻ പറയുമ്പോൾ ബാലി പറഞ്ഞു, രക്തമാണ് വരുന്നതെങ്കിൽ താനാണെന്ന് വരിച്ചത്, അല്ലെങ്കിൽ പാലാ വരുന്നത് വെച്ചാൽ അസുരനാണ് എന്നാണ് പറയുക. അപ്പോൾ പാല് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഗുഹയുടെ മൂടി നന്നായിട്ട് കല്ലിട്ട് അടച്ചോളൂ, പിന്നെ ഇനി എന്താ എന്നിട്ട് നീ പോയിട്ട് രാജാവായിട്ട് ഭരിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ കഴിഞ്ഞു. ഇവർ യുദ്ധം ചെയ്ത് ഇതായി. അവസാനം ദുന്ദുബീനെ ബാലി കൊന്നു. പക്ഷേ കൊന്നപ്പോഴും ആ ദുന്ദുബി ചെയ്തൊരു പണി എന്താ വെച്ചാൽ അവിടുന്ന് ആ രക്തം വരുത്തി, അതായത് പുറത്തേക്ക് രക്തം വന്നു. അപ്പോൾ എന്തുണ്ടായി വെച്ചാൽ സുഗ്രീവൻ വിചാരിച്ചു ബാലിയാണ് തൻ്റെ ഏട്ടനായ ബാലിയാണ് മരണപ്പെട്ടതെന്ന് വിചാരിച്ച് ആ ഗുഹാകവാടം അടച്ചങ്ങനെ ഇവിടെ വന്ന് അഭിഷേകമൊക്കെ ചെയ്ത് ജീവിച്ചു. പക്ഷേ
ആ അസുരൻ്റെ ഒരു എന്താ പറയുക, മായാപരിപാടിയായിരുന്നു. അപ്പം അങ്ങനെ അതിൽ ചതിയിൽ അകപ്പെട്ടിട്ടാണ്. പക്ഷേ ബാലി വിചാരിച്ചത് തന്നെ, അതായത് രാജ്യഭാരത്തിന് വേണ്ടിയിട്ട് തന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നാണ്. അങ്ങനെ ആ ഒരു അതിൽ തെറ്റിദ്ധരിച്ചു ബാലി. പിന്നീട് എന്താ വെച്ചാൽ അവർ തമ്മിൽ ഭയങ്കര ശത്രുക്കളായി. അങ്ങനെ സുഗ്രീവനെ വധിക്കാൻ വേണ്ടിയിട്ട് ബാലി പിന്നാലെ ഓടി. അങ്ങനെ ലോകം മുഴുവൻ ഓടി. ഒടുവിൽ ബാലിക്ക് കയറാൻ പറ്റാത്ത ഹൃഷ്യമൂകാചലത്തിൽ അഭയം പ്രാപിച്ചു. ഈ മലയിൽ കയറിയാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് പണ്ടൊരു ശാപമുണ്ടായിരുന്നു. ബാലി കയറാമല എന്നാണ് ഇത് പിന്നീട് അറിയപ്പെട്ടത്. അങ്ങനെ ഉള്ള കാരണം കൊണ്ട് ആ ഒരു പിന്നെ അവസാനം ബാലീനെ ശ്രീരാമചന്ദ്രൻ, അതായത് അത് സഖ്യത്തിന് ശേഷം ആണ് കൊല്ലുന്നതും. സുഗ്രീവനുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, സഖ്യം സംഭാഷണവും അതേപോലെ സീതയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമവും ഒക്കെ ആരംഭിച്ചത്. അപ്പോൾ എന്തായാലും ചെറിയൊരു കഥയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.